ഇരുലോക വിജയത്തിനുതകുന്ന ഒരേയൊരു ജീവിത ദർശനമായി മോക്ഷവും ക്ഷേമവും സമാധാനവുമായി അല്ലാഹു മനുഷ്യനേകിയ സത്യപന്ഥാവായ ദീനിസ്ലാമിന്റെ സന്ദേശവുമായി അൽമന പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. പ്രഭാതം ഒരു ജനുവരി മാസ പ്രഭാത സൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. തുടർന്നിടും നൽമനായിലെ ജനപ്രവാഹം ഒരു തുരയായി. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയാ. ഒരു ജനുവരി മാസ പ്രഭാത സൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. പ്രഭാതം ഒരു ജനുവരി മാസ പ്രഭാത സൂര്യൻ ഉണരുകയാ. പ്രകാശമായി പരമനുഷ്യനേകിയ സുഭാഷിതങ്ങൾ ഉയരുകയാ. തുടർന്നിടും നൽമനായിലെ ജനപ്രവാഹം ഒരു തുരയായി. ജമാഅത്തെ ഇസ്ലാമി തങ്ങളുടെ ജില്ലാ സമ്മേളനം തുടങ്ങുകയാ. നിങ്ങൾ ഭയപ്പെടുന്ന മരണമെന്ന യാഥാർത്ഥ്യം ഒരു നാളും നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അറബികളെ വികസിപ്പിച്ചിട്ടുള്ള ഒരു കലയാണ് കാലിഗ്രാഫി. ഖുർആനിലെ വചനങ്ങള് പ്രത്യേക ജീവികളുടെ രൂപത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപത്തിലൊക്കെ എഴുതുന്ന രീതിയാണ് കാലിഗ്രാഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫറോവയുടെ ചെറുപണിയാണ്. 1881 ചെങ്കടലിൽ നിന്ന് കിട്ടിയ ഫറോവയുടെ ഈ മൃതദേഹം ഈജിപ്ഷ്യൻ മ്യൂസിയത്തിന്റെ റോയൽ മഹോളിൽ ഒരു ഗ്ലാസ് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. നല്ല ചെറിയ ഖുർആൻ. ഇപ്പം 7 ആഴ്ച പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ഇതാണ്. 7 ആഴ്ച പ്രായം കഴിഞ്ഞപ്പോൾ തന്നെ അബോർഷനുകളെ പുറത്തുകൊണ്ടിരിക്കുകയാണ്. പെല്ലുകൾ വളർന്നു വരുന്നുള്ളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
وما هذه الحياة الدنيا إلا له ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. തർബിയത്ത് എന്നത് പടിപടിയായുള്ള വളർച്ച എന്നാണ് അതിന് നാം അർത്ഥം മനസ്സിലാക്കുന്നത്. പടിപടിയായുള്ള വളർച്ച. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു സംഗതി അതിൻ്റെ പൂർണ്ണതയിലേക്ക് അല്പാൽപമായി വളർന്ന് എത്തിച്ചേരുന്നതിനെയാണ് തർബിയത്ത് എന്ന് പറയുക എന്ന് പറഞ്ഞു. നമ്മെ സംബന്ധിച്ച് നാം അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിൽ ഹാജരാകേണ്ടവരാണ്. ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം നാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരായി അള്ളാഹുമായി മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം എങ്ങനെയാണോ ഹാജരാകേണ്ടത്, ഏത് പ്രകൃതിയിലാണോ നാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാകേണ്ടത്, ഏത് പ്രകൃതിയിൽ ഹാജരായാലാണോ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക, ആ പ്രകൃതി, ആ അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുവരെ മനസ്സിലാക്കിയിരുന്നു. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു, ഞാനിവിടെ ഉണ്ടായിരിക്കുന്നു, എങ്ങനെ ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. ഖുർആൻ അവരെ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചവിട്ടി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിലാകുന്നു. ശരിക്കും മനസ്സിലാക്കുക, ഞാൻ ചവിട്ടി നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ്. അള്ളാഹുവിൻ്റെ ആകാശത്തിന്റെ കീഴിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ശ്വസിക്കുന്ന വായു മനസ്സിലാക്കണം, ഒരു ബോധപൂർവം മനസ്സിലാക്കേണ്ടതാണ്. ഞാനിപ്പോൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു അള്ളാഹുവിൻ്റെതാണ്. കുടിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, അതൊക്കെ അള്ളാഹുവിൻ്റെതാണ്. ചൂട് വേണം എനിക്ക്, ചൂടെനിക്ക് ആവശ്യത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ്. തണുപ്പും വേണം, അത് ആവശ്യത്തിന് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാകുന്നു. എപ്പോഴും ഏത് നിമിഷത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ മാത്രം മുഴുകിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്റെ ഹൃദയം ഇപ്പോൾ മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു കൽപ്പിച്ചിടത്തോളം മാത്രമാണ്. എപ്പോഴാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ എന്റെ ഹൃദയം സ്തംഭിച്ചു പോകും. എന്റെ സിരകളിൽ കൂടി ഇപ്പോൾ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്ര കാലം ഒഴുകുമെന്ന് ചോദിച്ചാൽ അള്ളാഹു കൽപ്പിച്ചിടത്തോളം മാത്രം. എന്റെ ആമാശയത്തിൽ ആഹാരം ദഹിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു കൽപ്പിച്ചിടത്തോളം മാത്രമാണ്. എന്റെ കണ്ണിന് കാഴ്ച അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ കേൾവി എനിക്കാര് നൽകുന്നു? അള്ളാഹു നൽകുന്നത്. എപ്പോഴാണ് നീ കേൾക്കണ്ട, നീ കാണണ്ട എന്ന് അള്ളാഹു വിധിക്കുന്നുവോ അപ്പോൾ അവസാനിക്കുമോ? ഇതുപോലെ എന്റെ കൈകാലുകൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹു കൽപ്പിച്ചിടത്തോളം മാത്രം. അങ്ങനെ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇവ ഓരോന്നിനെ പറ്റിയും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി നോക്കുകയാണെങ്കിൽ അവസാനിപ്പിക്കാൻ സാധിക്കാത്ത അത്രത്തോളം നിഅമത്തുകൾ അതിൽ മുഴുകിക്കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു നിമിഷവും എനിക്ക് അള്ളാഹുവിനെ വിടാൻ പറ്റുകയില്ല. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. രക്തനാടിയേക്കാൾ കൂടുതൽ നാം അവനുമായി അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എപ്പോഴും അവൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്നാ പറഞ്ഞു. നമ്മുടെ കൂടെ തന്നെ ഇരിക്കുന്ന ഈ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ചിന്തിക്കാതെ, അവനെ സ്നേഹിക്കാതെ, അവനോട് ഭക്തിയോടുകൂടി വർത്തിക്കാതെ, അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാതെ, അവൻ പറയുന്നതെല്ലാം അനുസരിക്കാതെ ജീവിക്കാൻ ഈ ലോകത്തിനെനിക്ക് സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ലോകത്തൊരു വസ്തുവും തന്നെ അവന് വഴിപ്പെട്ടുകൊണ്ടല്ലാതെ ജീവിക്കുന്നില്ല. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഭൂമി അവന്റെ അടിമയാണ്, ആകാശം അവന്റെ അടിമയാകും.
സൂര്യനും ചന്ദ്രനും അവന്റെ അടിമകളാണ്. നക്ഷത്രങ്ങളെല്ലാം അവന്റെ അടിമകൾ. ഈ സസ്യലതാദികളെല്ലാം അവന്റെ അടിമകൾ. ഇവിടെ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അവന്റെ അടിമകൾ. എല്ലാം അവന് വഴങ്ങിക്കൊണ്ടും വഴിപ്പെട്ടുകൊണ്ടും മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത പരിപാടി ഇസ്ലാമിക പ്രസ്ഥാനം നയനിലപാടുകൾ വിഷയം അവതരിപ്പിക്കുന്നതിനായി ജനാബ് ആരിഫ് അലി സാഹിബിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിച്ചു. ഇസ്ലാമിക പ്രസ്ഥാനം നയനിലപാടുകൾ എന്ന വിഷയത്തെ അധികരിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഈ വേദിയിൽ ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ആണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആരും നല്ല ഇച്ഛാശക്തി കാണിക്കുന്നില്ലെങ്കിൽ വലിയ അബദ്ധങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. കാരണം എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് അതിന്റെ ശത്രുക്കളും വിമർശകരും അണിയിക്കാൻ ഉദ്ദേശിക്കുന്ന മുഖം മൂടിയും അവർ കൃത്രിമമായി ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖത്ത് തേച്ചുപിടിപ്പിക്കാൻ ഉദ്ദേശിക്കുകയും വിജയപൂർവം തേച്ചുപിടിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചായങ്ങൾ ഏതാണെന്നും വേർതിരിച്ചു മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഈ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും പിരിഞ്ഞു പോയാലോ ആരെയെങ്കിലും പുറത്താക്കിയാലോ അയാൾ മുസ്ലിം അല്ലാതെയല്ല ജീവിക്കുന്നത്, മുസ്ലിം അല്ലാതെയല്ല മരിക്കുന്നത്. അയാൾ ജീവിക്കുന്നതും മരിക്കുന്നവരും അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടാണെങ്കിൽ മുസ്ലിമായി തന്നെയായിരിക്കും. അപ്പൊ ഇത് ഒരു അൽ ജമാഅത്താണ് എന്ന വിശ്വാസം ജമാഅത്തെ ഇസ്ലാമിക്കില്ല. ഈ ജമാഅത്തിന് പുറത്തുള്ള എല്ലാവരും മുസ്ലിങ്ങളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന വിശ്വാസമില്ല. ഇതിന്റെ അമീറിന് അമീറ ജമാഅത്ത് എന്നാണ് പറയുന്നത്. ജമാഅത്തിന്റെ അമീർ അമീറുൽ മുഅ്മിനീൻ അല്ല. അമീറുൽ മുഅ്മിനീൻ എന്ന ഒരു ഖലീഫ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ ജമാഅത്തിന് ഒരു നേതാവുണ്ടായപ്പോൾ അയാൾക്ക് പ്രസിഡന്റ് എന്ന പേരിടാനോ സംഘ് ചാലകെന്ന് പറയാനോ ചെയർമാൻ എന്ന് വിശേഷിപ്പിക്കാനോ തോന്നിയില്ല. ആ സ്വപ്നം മുന്നിൽ വെച്ചുകൊണ്ട് അമീറ ജമാഅത്ത്, ജമാഅത്തിന്റെ അമീർ എന്നാണ് പേരിട്ടിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഖുദൂ അന്നി മനാസിക്കക്കും, നിങ്ങളുടെ അനുഷ്ഠാന കർമ്മങ്ങൾ എന്നിൽ നിന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത്. നബി നമസ്കരിച്ചത് എങ്ങനെയാണെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും നമസ്കരിച്ചാൽ മതി എന്നുള്ളതല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് നിങ്ങൾ റസൂലിനെ മാത്രമാണ് അനുധാവനം ചെയ്യേണ്ടത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നമസ്കരിച്ചതായിട്ടാണോ നിങ്ങൾ മനസ്സിലാക്കിയത്, അതുപോലെ തന്നെയാണ് നമസ്കരിക്കേണ്ടത്. പക്ഷെ ചില വിഷയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നമസ്കരിച്ചത് എന്ന വിഷയത്തിൽ സഹാബികൾ മുതൽ ഇങ്ങോട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ വിശാലത കാണിക്കണം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ ചേരിതിരിയുന്നതിനും സംഘം ചേരുന്നതിനും പാർട്ടി പിരിയുന്നതിനും അടിസ്ഥാനമാകരുത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാഴ്ചപ്പാട്. പ്രസ്ഥാനവും പ്രവർത്തകരും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ക്ലാസ് സമർപ്പിക്കപ്പെടേണ്ടത്. എന്തൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണോ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ അജണ്ടയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് സാധ്യമാകുന്ന വിധത്തിൽ അതിനെ അവതരിപ്പിക്കുവാൻ എനിക്കും ശ്രദ്ധിക്കുവാൻ നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ജീവിത വ്യവസ്ഥ ശിഥിലമായതിന് ശേഷം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അതിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിലോ ഉത്തമ നൂറ്റാണ്ടിലോ ഇസ്ലാമിനെ സംബന്ധിച്ചു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന പ്രയോഗമില്ല. അത് തികച്ചും ആധുനികമായ ഒരു പ്രയോഗമാണ്. ജീവിതത്തിന്റെ മുഴുമേഖലകളിൽ നിന്നും മതത്തെ ആട്ടിയോടിച്ചു വ്യക്തിജീവിതത്തിന്റെ വളരെ പരിമിതമായ ചില മേഖലകളിൽ പൂജയുടെയും ആരാധനകളുടെയും ആത്മീയവുമായ ഒരിത്തിരി കാര്യങ്ങളുടെ വട്ടത്തിൽ മാത്രം മതം പരിമിതപ്പെടുത്തപ്പെട്ടപ്പോൾ അതല്ല ഇസ്ലാം എന്ന് പഠിപ്പിക്കൽ ഇസ്ലാമിനോട് നീതി ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ നിർബന്ധമായ ആവശ്യമായി വന്നു. ഇസ്ലാം മുഴു ജീവിത മണ്ഡലങ്ങളിലും ദൈവിക മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചു പരിവർത്തനം തേടുന്ന വിപ്ലവ പ്രസ്ഥാനമാണെന്ന് പറയേണ്ടി വന്നു. പരലോകത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ യഥാർത്ഥ ജീവിതത്തിന്റെ കാര്യത്തിൽ, മുഖ്യ ലക്ഷ്യത്തിന്റെ കാര്യത്തിൽ ഈ ഒരു നിലപാടാണ് നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. കർമ്മനിരതരാവുക, ഉമ്മത്ത് മുസ്ലിമയുടെ സുപ്രധാനമായ ദൗത്യ നിർവഹണത്തിന് അവരെ തയ്യാറാവുക. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു, അംറും ബിൽ മഅറൂഫ് നഹിയും അനിൽ മുൻകർ, ഇഖാമത്തുദ്ദീൻ, ഷഹാദത്ത് ഹഖ്. നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നത്, അതിനുവേണ്ടിയാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്. അതല്ലാത്ത ഒരു പണിയും നിങ്ങൾക്ക് ഇവിടെ നിർവഹിക്കാനില്ല. മറ്റു പണികളെല്ലാം ഇതിന് സഹായകരമായ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സഹായത്തിന് നമ്മൾ അർഹരല്ല, വിജയത്തിന് നമ്മൾ അർഹരല്ല.
മാത്രമല്ല ശാപത്തിനാണ് നമ്മൾ അർഹരായി തീരുക. നമുക്കെന്തുമാത്രം നിർഭയത്വമുണ്ടെങ്കിലും സമാധാനമുണ്ടെങ്കിലും സുസംഘടിതരാണെങ്കിലും നല്ല സംഘടനാ പാഠവുമുണ്ടെങ്കിലും ആ സംഘടനയും സുസംഘടിതമായ ശക്തിയും ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നില്ല എങ്കിൽ അല്ലാഹു നിങ്ങളെ വിടുകയില്ല എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. وكم أهلكنا من القرون من بعد نوح وكفى بربك بذنوب عباده خبيرا بصيرا. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചാ വിഷയം വളരെ ഗൗരവമേറിയതാണ്. രാഷ്ട്രത്തിന്റെ ഭാവി, നമ്മുടെ രാജ്യം ഇന്ന് എവിടാണ്, എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് തന്നെ നിശ്ചയമില്ലാത്ത ഒരവസ്ഥ. എല്ലാ രംഗത്തും അസ്വസ്ഥമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് പ്രശസ്ത പണ്ഡിതന്മാരും സാഹിത്യകാരന്മാരും മറ്റ് രാഷ്ട്രീയ നേതാക്കളും നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അവർക്ക് സ്വാഗതം പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ഇത്തരം ഗൗരവമുള്ള ഒരു സമ്മേളനത്തിൽ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഇന്നിവിടെ ചർച്ചയ്ക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നത്തെ ഇന്ത്യയെ വർത്തമാനകാല പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തെ വീക്ഷിക്കുമ്പോൾ അല്പം ആശങ്കയോടുകൂടി, ഉത്കണ്ഠയോടുകൂടി സ്വന്തം രാജ്യത്തെക്കുറിച്ച്, രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുവാൻ അല്പസമയമെങ്കിലും മാറ്റിവെച്ചുകൊണ്ടല്ലാതെ ഇത്തരമൊരു സമ്മേളനത്തിന് അതിന്റെ പരിപാടികൾ നിശ്ചയിക്കുക സാധ്യമല്ല. ഐതിഹാസികമായ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുള്ള ഇന്ത്യ ഇന്ന് എത്തി നിൽക്കുന്നത്, കേരളത്തിലെങ്കിലും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സ്വാതന്ത്ര്യ സമര രംഗത്ത് ഏതൊരു ഐക്യത്തോടുകൂടിയാണോ, ഏതൊരു ഒത്തൊരുമയോടുകൂടിയാണോ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ വാർത്താമാധ്യമങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയിരുന്നത്, അതിനേക്കാൾ ശക്തമായ ഒത്തൊരുമയോടുകൂടി ആരെയാണോ അന്ന് നമ്മുടെ നായകന്മാർ തുരത്തിയോടിച്ചിരുന്നത്,
അവരെ പൂവിട്ട് പൂജിച്ച് തിരിച്ചു കൊണ്ടുവരുവാനുള്ള കഠിന ശ്രമത്തിലാണ് ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർ ഏർപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സമ്മേളനം ഈ ഉച്ചനേരത്തെ ചെറിയ ചൂടിൽ പോലും വിയർക്കാതെ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം എന്ന് നിശ്ചയിച്ചത് ഏതായാലും നന്നായി. ചിന്ത കാര്യമായിരിക്കണം, അർത്ഥവത്താവണം, അത് പ്രയോജനം ചെയ്യണം, അത് മറ്റുള്ളവർക്ക് ഒരു വിരൽ ചൂണ്ടിയായി ഉപകരിക്കണം. നാളെയും നമ്മുടെ നാട്ടിലുള്ളവരെ രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ഇടവരണം. അതിന് ഇതൊരു തുടക്കമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് പ്രവചിക്കാൻ ഒരു വലിയ പ്രവാചകനൊന്നും ആവശ്യമില്ല. ഒരു സാധാ ജ്യോത്സ്യന്റെ ആവശ്യം പോലും ഇല്ല. അത് സമർത്ഥിക്കാൻ വലിയ ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികളോ ആനുകാലികങ്ങൾ വിശകലനം ചെയ്യുന്ന വലിയ റിപ്പോർട്ടുകളോ ആവശ്യമില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ കൺമുമ്പിൽ വർത്തമാനത്തിൽ വീണ് കിടക്കുകയാണ്, ഗളച്ഛേദം ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. രണ്ട് കണ്ണുകൊണ്ട് നമുക്കത് കാണാൻ കഴിയും. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മൾ അനുഭവിച്ച് തുടങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഭാവിയില്ല. മതം നമ്മളുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്ന ഒന്നായി ഇന്ന് മാറിയിരിക്കുന്നു. പഴയ അർത്ഥത്തിലല്ല മതങ്ങൾ ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മഹാത്മാഗാന്ധി ഒരിക്കൽ വർഗീയത എന്താണ് എന്ന് വിവക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ടു ഡു ഇറലിജിയൻ ഇൻ ദി നെയിം ഓഫ് റിലിജിയൻ ഈസ് ദി റിലിജിയൻ ഓഫ് എ കമ്മ്യൂണലിസ്റ്റ്. മതത്തിന്റെ പേരിൽ മതപരമല്ലാത്തത് ചെയ്യലാണ് ഒരു വർഗീയവാദിയുടെ മതം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, എന്താണ് മതം? വാട്ട് ഈസ് ദി റിലിജിയൻ? പ്രവാചകൻ പറഞ്ഞു, അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ഗുണമുണ്ടാകട്ടെ എന്നാഗ്രഹിക്കലും അതനുസരിച്ച് പ്രവർത്തിക്കലുമാണ് മതം. ആ മതത്തിന്റെ വിശാലമായ അർത്ഥത്തിൽ നിന്ന് മതവിശ്വാസികൾ എന്ന് പറയപ്പെടുന്നവർ മതത്തെ വേർപ്പെടുത്തിയപ്പോഴാണ് നമ്മളുടെ രാജ്യത്തിൽ, ലോക സമൂഹത്തിൽ തന്നെ മതം മനുഷ്യനെ മതിക്കുന്ന ഒന്നായി പരിണമിച്ചത്. എന്തുകൊണ്ട് സർവ മീഡിയയും, മീഡിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ദൃശ്യമാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളും എല്ലാം ശക്തമായിട്ട് മോഡിയെ എതിർത്തുകൊണ്ട് പ്രചാരണം നടത്തി. സർവ്വ രാഷ്ട്രീയ കക്ഷികളും BJP ഒഴിച്ച് സർവവും മോഡിയെ എതിർത്ത് പ്രചാരണം നടത്തി. വളരെയധികം മോഡിയുടെ ക്രൂരതയെ ഹൈലൈറ്റ് ചെയ്തു. എന്നിട്ടും ഗുജറാത്തിൽ മോഡി എന്തുകൊണ്ട് ജയിച്ചു? ഇന്ന് RSSന് ഈ വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടതുണ്ടായി? ഹിന്ദുക്കളുടെ മേൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ഒരവസ്ഥയും ഉണ്ടായിരുന്ന RSSന് ഇന്ന് ഹിന്ദുവിന്റെ പ്രതിരൂപമായിട്ട് മാറാൻ കഴിഞ്ഞെങ്കിൽ ആ സാഹചര്യം ആരുണ്ടാക്കിയെന്ന് കൂടെ ചിന്തിക്കണം. അപ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുക എന്നതല്ലാതെ മറ്റെവിടെയും പോയി നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ ഭാവി തകർക്കുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുവാൻ പാടില്ല. അത് ഭൂരിപക്ഷമാകട്ടെ ന്യൂനപക്ഷമാകട്ടെ. ഈ രാജ്യത്തിന്റെ സ്വസ്ഥത തകർക്കുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടുവാൻ പാടില്ല. അങ്ങനെ ഏർപ്പെടുന്നവർക്ക് ഭൂരിപക്ഷം കിട്ടിയോ ഇല്ലയോ എന്നതിവിടെ വിഷയമല്ല. കാരണം ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന ഒരിക്കലും സത്യത്തിന്റെ മാനദണ്ഡമല്ല. ജനാധിപത്യത്തിൽ തീരുമാനമെടുക്കുവാനുള്ള ഒരു വഴി അതാണെങ്കിലും ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന ആത്യന്തികമായി സത്യത്തിന്റെ ഒരു മാനദണ്ഡമല്ല. സത്യത്തിന്റെ ഒരു മാനദണ്ഡമായിട്ട് ആ ഒരു വിഷയത്തെ എടുക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് ഹിന്ദുത്വത്തിന് ഭൂരിപക്ഷമില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹിന്ദുത്വത്തിന് ഈ രാജ്യത്ത് ഭൂരിപക്ഷമില്ല. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഹിന്ദുത്വത്തിന്റെ ആശയങ്ങൾക്ക് ഭൂരിപക്ഷമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ സുപ്രധാനമായ 3 അജണ്ടകളും ദേശീയ
ജനാധിപത്യ സഖ്യം മാറ്റിവെക്കേണ്ട അവസ്ഥ വരില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന് ആശയത്തിന് ഭൂരിപക്ഷമില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട UP-യിൽ യഥാർത്ഥത്തിൽ അയോധ്യ ക്ഷേത്രത്തിന് ഭൂരിപക്ഷമുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അതിനുശേഷം തുടർന്ന് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും എന്തുകൊണ്ട് BJP താഴത്തേക്ക്? نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نسعى لها طول عمرنا ذاك نهاية أمرنا نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نسعى لها طول عمرنا ذاك نهاية أمرنا نصب الإمام فوق الأنام يقضي بدين الله به نغزو عدانا نحمي حمانا عن كل ما يأتون به نحن حقا براعيم جيلكم نحن أزهار روضة دينكم نحن نسعى لها طول عمرنا ذاك نهاية أمرنا نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نسعى لها طول عمرنا ذاك نهاية أمرنا. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കട്ടെ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങളെ വേദനയേറിയ ശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു കച്ചവടം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും നിങ്ങളുടെ ജീവധനാദികളാൽ ദൈവിക സരണിയിൽ സമരമനുഷ്ഠിക്കുകയും ചെയ്യുക. അതത്രേ നിങ്ങൾക്ക് ശ്രേഷ്ഠമായിട്ടുള്ളത്. സ്വാഗതം ആശംസിക്കാൻ വേണ്ടി നാസർ തിരുവര, ജില്ലാ നാദൻ, ഇടുക്കി, പത്തനംതിട്ട. അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യത്താലും അനുഗ്രഹത്താലും പ്രതീക്ഷിച്ചതിന് വളരെ അപ്പുറം നമ്മുടെയൊക്കെ പ്രയത്നങ്ങൾക്കും
ആസൂത്രണങ്ങൾക്കും അപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അല്ലാഹു ലോകത്തുടനീളം തിരിച്ചു കൊണ്ടുവരാൻ തീരുമാനിച്ച അവന്റെ ദീനിന് കരുക്കളും ഉപകരണങ്ങളുമാക്കി നമ്മെ തെരഞ്ഞെടുത്ത് അല്ലാഹു നമ്മളോട് കാരുണ്യം കാണിക്കുകയാണ് ചെയ്തത്. മനുഷ്യൻ താൻ ആരാണെന്ന് തിരിച്ചറിയുന്നതിൽ തന്റെ പദവിയും സ്ഥാനവും തന്റെ ഉത്തരവാദിത്വവും മനസ്സിലാക്കുന്നതിൽ വലിയ അബദ്ധം സംഭവിച്ചു. മനുഷ്യന് അല്ലാഹു തആല നൽകിയ സന്മാർഗത്തെ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ അല്ലാഹുവിനെ കീഴ്പ്പെട്ട് അല്ലാഹു തആല തനിക്ക് നൽകിയ സിദ്ധികളും യോഗ്യതകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട പുരോഗമനപരമായ ഒരു ജീവിതവും നാഗരികതയും ഒക്കെ കെട്ടിപ്പടുക്കാൻ ശ്രമം നടത്തി അങ്ങനെ ഉയരങ്ങളിലേക്ക് ഉയർന്നു പോകാനും അങ്ങനെ അല്ലാഹുവിന്റെ പ്രീതിക്കും ശാശ്വതമായ സ്വർഗത്തിനും അറ്റമില്ലാത്ത സുഖസൗകര്യങ്ങൾക്കും അതിരില്ലാത്ത ആധിപത്യത്തിന്റെയും ഒക്കെ ഉടമയാവാൻ മനുഷ്യന് സാധിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യന് പ്രതീക്ഷിക്കുന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ പദവിയും സ്ഥാനവും. അതോടൊപ്പം മനുഷ്യന് ഈ ഹിദായത്ത് അവഗണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നിത്യ മാർഗദർശനം അവഗണിച്ചുകൊണ്ട് അധപ്പതനത്തിന്റെ മാർഗം സ്വീകരിച്ച് പാതാളത്തോളം നരകത്തിന്റെ അടിത്തട്ടിലോളം അധപ്പതിച്ചു പോകാനും മനുഷ്യന് കഴിയും. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരോടാണ് എനിക്കൊരു വാക്ക് ആദ്യമായി പറയാനുള്ളത്. നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി ബോധവാന്മാരാകേണ്ടതുണ്ട്. നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കുകയില്ല നമ്മുടേത് ഈ നാട്ടിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു മതസംഘടനയുടേതുപോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റേതുപോലെ ഒന്നല്ല എന്ന്. അങ്ങനെയുള്ള ഒന്നാണ് എന്ന് നിങ്ങൾ ഒരിക്കലും ധരിക്കുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു മാർഗത്തിലാണ് നാം അണിനിരന്നിട്ടുള്ളത്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവംശത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി നൽകിയ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ പാതയിലൂടെ കടന്നു വന്ന മഹാന്മാരായ പ്രവാചകന്മാരുടെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് 20-ാം നൂറ്റാണ്ടിൽ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പാത വെട്ടിത്തെളിയിച്ച മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനത്തിലേക്ക് നാം കടന്നു വന്നിട്ടുള്ളത് എന്ന് ഞാനും നിങ്ങളും നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് അല്പം വിയർത്തുകൊണ്ട് മാത്രമേ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മാർഗം പട്ടുപരവതാനി വിരിച്ചതോ പുഷ്പങ്ങൾ വിരിച്ചതോ അല്ല. തീർച്ചയായും കഠിനമായ പരീക്ഷണങ്ങളുടെ പ്രയാസങ്ങളുടെ ഒരു മാർഗമാണിത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അടിമകളുടെ അടിമത്വത്തിൽ നിന്നും അള്ളാഹുവിന്റെ മാത്രം അടിമത്വത്തിലേക്ക് മനുഷ്യരെ മോചിപ്പിക്കുവാൻ വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തിലേക്ക് മനുഷ്യരെ മോചിപ്പിക്കുവാൻ വേണ്ടി ആരാണ് ഇവിടെ ഉണ്ടാവുക എന്ന് ന്യായമായും നാം ചോദിക്കേണ്ടതുണ്ട്. നാം ആയുധമെടുത്തതിന് ശേഷം, നാം ശക്തിയുടെ ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിച്ചതിന് ശേഷം, നാം പ്രകോപിതരായതിനു ശേഷം നാമും സാധാരണ മനുഷ്യരെ പോലെ ചെറിയ ചെറിയ താല്പര്യങ്ങളുടെ മുമ്പിൽ, ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ മുമ്പിൽ, ചെറിയ പ്രകോപനങ്ങളുടെയും മുമ്പിൽ തകർന്നു വീഴുന്നതാണ് കാണാൻ സാധിക്കുന്നതെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാതൃകയാണ് നാം പിൻപറ്റുന്നത് എന്ന് പറയാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ വിജയവും നാം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ അതിനർഹമായ സ്വഭാവങ്ങളിലേക്ക്, അതിനർഹമായ ഒരു വിശുദ്ധിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കേണ്ടതുണ്ട് എന്നാണ്. നാളത്തെ പ്രഭാതത്തോടുകൂടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി, ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തിന് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളുകൾ വല്ലതും ചെയ്യണമെന്ന് തീരുമാനിക്കുമെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ കൂടുതൽ കഠിനാധ്വാനങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്യണമെന്ന് ദൃഢനിശ്ചയം ചെയ്യുമെങ്കിൽ തീർച്ചയായും ഈ സമ്മേളനം വിജയിച്ചു എന്ന് നമുക്ക് പറയാം. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ എന്താണ് കഴിഞ്ഞുപോയ ആയുസ്സിൽ ചെയ്തത് എന്ന്
അവനവനോട് ചോദിക്കേണ്ട ഒരു സന്ദർഭമാണിത് എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹുവിന്റെ ദീൻ ബഹുമാന്യനായ അമീർ സൂചിപ്പിച്ചതുപോലെ നാനാഭാഗങ്ങളിൽ നിന്നും കടുത്ത ആക്രമണങ്ങളെ അഭിമുഖീകരിച്ച് കടപുഴകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ദീനിന് വേണ്ടി വല്ലതും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളും ഞാനും ചെയ്യേണ്ട സന്ദർഭം ഇതാണ് എന്ന് നാം മനസ്സിലാക്കുക. പടച്ചതമ്പുരാന്റെ ദീൻ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കിതച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ദീനിനെ അതിന്റെ അവസാന പോയിന്റിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഇന്നാട്ടിലെ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ മാത്രം നടത്തിയാൽ അതതിന്റെ ലക്ഷ്യത്തിലെത്തിക്കൊള്ളണമെന്നില്ല എന്നും ലോകത്തുള്ള 125 കോടി വരുന്ന സമുദായം മുഴുവനും ഒറ്റക്കെട്ടായി അള്ളാഹുവിന്റെ ദീനിന് പിൻബലം നൽകുവാൻ മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധിയിൽ ദീനിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട സന്ദർഭമാണിത്. ജീവിതത്തെ ഏറ്റവും നിസ്സാരമായി കാണുവാനും തന്റെ സ്വന്തം ജീവിതം എന്തിനാണ്, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഞാൻ എന്താണ് ഈ സമൂഹത്തിനും തനിക്കും വേണ്ടി നിർവഹിക്കാനുള്ളത്, ഇത്തരം ഗൗരവപൂർണമായ ഒരു ചോദ്യവും ഉയർത്താത്ത ഒരു സമൂഹത്തെയാണ് നമുക്ക് ഇന്നത്തെ ക്യാമ്പസിൽ കാണുവാൻ സാധിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇത്തരമൊരു ക്യാമ്പസിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വിപ്ലവകാരികളെ, സമൂഹത്തിന്റെ വേദനകളെ ഏറ്റെടുക്കുന്ന ആളുകളെ പുറത്തേക്ക് വിടുവാൻ സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് കെമിസ്ട്രി രസതന്ത്രം ആവർത്തിച്ചുരുവിടുന്നത് പോലെ, അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഏതെങ്കിലും പാടുകൾ ആവർത്തിച്ച് പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഠിക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. പഠിക്കുകയല്ല, മറിച്ച് ആവർത്തിച്ച് ഉരുവിട്ട് ബൈഹാട്ടാക്കുകയും അത് പേപ്പറിലേക്ക് ഛർദ്ദിക്കുകയും ചെയ്യുന്നുവല്ലാതെ ചരിത്രം പഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും അവൻ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു സമൂഹത്തെ മുൻനിർത്തിയാണ് നമുക്ക് ഗൗരവപൂർവ്വം ആലോചിക്കാനുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനം ഏറ്റെടുത്തൊരു ദൗത്യം നേരത്തെ അമീർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ സമൂഹത്തെ ക്രിയാത്മകമായി ഏറ്റവും നല്ല അള്ളാഹുവിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തുകയും അതടിസ്ഥാനത്തിലുള്ള ഒരു വിപ്ലവവും സമൂഹത്തിൽ സാധ്യമാക്കുകയും അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥിതി നമ്മുടെ യാഥാർത്ഥ്യമാക്കി തീർക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ദൗത്യമെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടത്, നമ്മുടെ ക്യാമ്പസിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാളെ നിർണ്ണയിക്കാൻ പോകുന്ന നമ്മുടെ യുവ വിദ്യാർത്ഥി സമൂഹത്തെ അവഗണിച്ചുകൊണ്ടും അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അവരുടെ പാട്ടിന് വിട്ടുകൊണ്ടും തന്നെ നമുക്ക് എന്താണ് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിക്കേണ്ട. ഇസ്ലാമിനെ മൗലികമായ വിശുദ്ധിയിൽ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിലെ ജാഹിലിയത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലെ നിരന്തരമായ പഠന ഗവേഷണങ്ങളിലൂടെ ഇസ്ലാമിക സമൂഹത്തെ എല്ലാവിധ ജാഹിലിയത്തിൽ നിന്നും മുക്തമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ സൽപന്ഥാവിലൂടെ ചലിപ്പിക്കലാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടിയാണ് ദേശീയതയെയും മതേതരത്വത്തെയും ജനാധിപത്യത്തെയും സയ്യിദ് മൗദൂദി വിശകലനം ചെയ്തത്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും സ്വീകാര്യത നേടിയ 3 മതദർശനങ്ങളായിരുന്നു ദേശീയതയും ജനാധിപത്യവും മതേതരത്വവും. പക്ഷേ ഈ 3 മതദർശനങ്ങൾക്ക് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനോ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ സാധ്യമല്ല എന്നും, മറിച്ച് സിട്ടാവിനെ മാത്രം അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ലോകത്തെ സ്ഥാപിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹൃതമാവുകയുള്ളൂ എന്നും സയ്യിദ് മൗദൂദി ലോകത്തെ പഠിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം സയ്യിദ് മൗദൂദി രൂപീകരിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ ഒരു സംഘടന, മുസ്ലിം സമൂഹത്തിന്റെ കർമ്മശാസ്ത്രപരമായ മേഖലകളിൽ തങ്ങളുടേതായ അഭിപ്രായം വെച്ചു പുലർത്തുന്ന ഏതെങ്കിലും ഒരു മദ്ഹബ്, അതല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ കൂട്ടത്തിൽ ഒരു തരീഖത്ത്, ഇതായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മൗദൂദി സാഹിബ് വെച്ചു പുലർത്തിയ സങ്കല്പം. മറിച്ച് ഇസ്ലാമിനെ അതിന്റെ ആദിമ വിശുദ്ധിയോടുകൂടി ഏറ്റെടുക്കുന്ന, ആ അർത്ഥത്തിലുള്ള ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന, പ്രവർത്തിക്കുന്ന, സ്വന്തം ജീവിത സാക്ഷ്യത്തിലൂടെയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും ഇസ്ലാമിനെ ഈ ഭൂമുഖത്ത് സ്ഥാപിക്കാൻ വേണ്ടി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വല്ലാഹു മുത്തിമ്മു നൂരിഹി, അല്ലാഹു ഈ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ഈ പ്രകാശത്തെ പൂർത്തീകരിക്കണമെന്ന അല്ലാഹുവിന്റെ ഉദ്ദേശത്തെ, അല്ലാഹുവിന്റെ ഈ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു സംഘം ഈ നൂറ്റാണ്ടിലെ നവോത്ഥാന പ്രസ്ഥാനത്തെ കുറിച്ച് നവോത്ഥാന നായകനായ മൗദൂദി സാഹിബ് വെച്ചു പുലർത്തിയ സങ്കല്പവും സമീപനവും. പാവപ്പെട്ട ജനങ്ങളുടെ കോടിക്കണക്കായ രൂപ അവിഹിതമായി പറ്റി സുഖിച്ച് ഭുജിച്ചങ്ങനെ കഴിഞ്ഞ്
കോടതി കയറേണ്ടി വരികയും മാനം കെടുമെന്ന് തോന്നുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഏതോ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് യാത്ര പോയി അവിടെ പോയി ഒരു പൂജയും വഴിപാടും കഴിച്ച് ഇപ്പോൾ എനിക്കൊരാശ്വാസം തോന്നുന്നു എന്ന് പറയുന്ന ആത്മീയത, ഇത് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നതാണ്. കമ്പോളത്തിൽ വല്ലാതെ ചെലവായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണത്. അതേസമയം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ആത്മീയതയുണ്ട്. ഞാൻ വലിയ സൂറത്തോതിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ വലിയ അധ്യായം പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കണമെന്ന് ഉദ്ദേശിച്ച് പള്ളിയിൽ വന്ന് വിശ്വാസികൾക്ക് നായകനായി ഇമാമായി നിലകൊള്ളും. അങ്ങനെ ഞാൻ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും. നമസ്കാരം ആരംഭിച്ചു കഴിയുമ്പോഴേക്ക് പിന്നിൽ നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേൾക്കും. ആ കുട്ടികളുടെ ഉമ്മയുടെ മനസ്സിന് വ്യസനമുണ്ടാകുമെന്ന് കരുതി ഞാൻ എന്റെ നമസ്കാരം ചുരുക്കും എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ ആത്മീയ ബോധം, ഇതൊരു വലിയ വികാരമാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒരു വികാരം നമ്മെ നിയന്ത്രിക്കുന്നതോടൊപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ തെറ്റായ ആത്മീയതകളുടെ മുമ്പിൽ ശരിയായ ഇസ്ലാമിന്റെ ആത്മീയതയെ പ്രതിനിധാനം ചെയ്യുകയും ഭൗതികതയുടെ പിന്നാലെയുള്ള പ്രവാഹത്തിന്റെ ഈ അവസ്ഥയിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ തനിമയാർന്ന സംസ്കൃതി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക എന്ന ആ ഒരു വലിയ ദൗത്യം നിർവഹിക്കുവാൻ പ്രപഞ്ചനാഥൻ നമ്മെ തുണക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനുഷ്യരാരായിരുന്നാലും ശരി, ഏത് കക്ഷികളും ഏത് വിഭാഗങ്ങളും ഏത് വർഗങ്ങളുമായിരുന്നാലും ശരി, അവരെയെല്ലാം ഗുണകാംക്ഷാപൂർവം സഹോദര ബുദ്ധിയോടുകൂടി കാണാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ മാത്രം അള്ളാഹുമായി നമുക്ക് അടുത്തു നിൽക്കാൻ കഴിയുമെങ്കിൽ, ഈ അൻസുറുക്കും നിങ്ങളെ അള്ളാഹു താല സഹായിക്കുമെങ്കിൽ ഫലാ ഗാലിബ ലക്കും, നിങ്ങളെ അതിജയിക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല എന്നാണ് അള്ളാഹു താല പറയുന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുമായി സാമീപ്യം പ്രാപിച്ചുകൊണ്ട് ജനങ്ങളുമായി നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ട് അർഹതയോടുകൂടി ഈ രംഗത്ത് ഇറങ്ങണമെന്ന് എന്നോടും എന്റെ സഹോദരി സഹോദരന്മാരോടും ഞാൻ അവസാനമായി വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി എന്റെ വാക്ക് ആവർത്തിച്ച് പറയട്ടെ. നമ്മളുടെ മാറ്റത്തിന്, നമ്മുടെ വിപ്ലവത്തിന് ആദ്യമായി നാം വിധേയരാക്കേണ്ടത് നമ്മെ തന്നെയാണ്. നമ്മെ മറന്നുകൊണ്ട് നമ്മളുടെ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹരായി പ്രവർത്തിക്കുവാൻ, അർഹതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു ഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അവന്റെ മഹലായ ഫളല് കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മൾ വിവരം കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്. നാം ജീവിക്കുന്ന പരിതസ്ഥിതി എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഈമാനിക ശക്തിയുള്ള പ്രതിഭകൾക്ക് പോലും, ശക്തികൾക്ക് പോലും അഭിമുഖീകരിക്കാൻ കഴിയാത്തവണ്ണം അത്രയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യത്തിൽ ഈ ദൗർബല്യങ്ങളെല്ലാം പേറി നടക്കുന്ന ഈ പാവങ്ങളെ പടച്ച തമ്പുരാനെ നീ രക്ഷിക്കുകയല്ലാതെ വേറെ യാതൊരു രക്ഷയും ഞങ്ങൾക്കില്ല. നിന്റെ പിന്തുണയല്ലാതെ മറ്റാരുടെയും പിന്തുണ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് അർഹതയില്ല, ഞങ്ങൾക്ക് യോഗ്യതയില്ല, ഞങ്ങൾക്കൊരു ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ യാതൊരു വിധത്തിലുള്ള കഴിവും കെൽപ്പുമില്ലെങ്കിലും ആത്മാർത്ഥതയുള്ള ഒരു ഇസ്ലാമിന്റെ മനസ്സ് ഞങ്ങൾക്കുണ്ട് തമ്പുരാന്. ആ മനസ്സെങ്കിലും പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ കൂടുതൽ ഉശിരും നൽകിക്കൊണ്ട് ഈ രംഗത്ത് പിടിച്ചു നിന്ന് അവസാന നിമിഷം വരെ എന്റെ കലിമത്ത് ഉച്ചരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകണേ തമ്പുരാനെ. സന്തോഷകരമായ അവസാനിക്കുകയാണ്. ഈ വലിയ ഈ സമ്മേളനത്തിന്റെ വിജയത്തിൽ പ്രവർത്തിച്ച ചില മനസ്സുകളോട് നന്ദി കടപ്പാടും സമർപ്പിക്കുകയാണ് എന്റെ വാർത്ത. സമ്മേളനത്തിന്റെ സ്ഥലം ആദ്യം തീരുമാനിച്ചത് അന്നഗാർ കോൺഗ്രസിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളാണ്. അതൊരു ലക്ഷ്യമാക്കി അന്നഗാർ നഗർ എന്ന പേരിൽ സമ്മേളനം മുന്നോട്ട് നീങ്ങുകയും കുറെ മുന്നോട്ട് നീങ്ങിയപ്പോൾ സ്ഥലത്തിന്റെ പരിധി തോന്നിപ്പോവുകയും അൽക്കാലാമിന്റെ സന്ദർശനത്തോട് ചേർന്ന് പുതിയൊരു സ്ഥലം കണ്ടുപിടിക്കണമെന്ന് അൽക്കാലാമിന് ആവശ്യപ്പെട്ടതിന്റെ പേരിൽ അങ്ങനെ ഈ ഇലാക്കോട്ടയിലെ വിവിധ പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളും ഈ അനുയോജ്യമാണോ എന്ന് അന്വേഷണത്തിന്റെ ഇടയിൽ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സ്ഥലം ജില്ലാനാഥി ഉൾപ്പെടുന്ന
ഒരു സംഘം സന്ദർശിച്ചത്. ഈ മുന്നോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഈ തരത്തിൽ സമ്മേളനം നടത്തിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പന്തൽ നിലനിൽക്കുന്ന ഈ സ്ഥലത്തെ ഉടമ പാലയപ്പറമ്പിൽ അബ്ദുൽ കരീം ഖാജിയും കാരക്കാട് ബഷീർ സാഹിബും ഒരു തുറന്ന മനസ്സോടുകൂടി അങ്ങോട്ട് ആവശ്യപ്പെടാതെ സമ്മേളനത്തിന് വിട്ടുതരികയായിരുന്നു. അവർക്ക് ഈ പ്രസ്ഥാനത്തിന് ഈ സമ്മേളനത്തിന്റെ പേരിൽ നന്ദിയും കടപ്പാടും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പ്രതിഫലം ഇഹത്തിലും തലത്തിലും അവർക്ക് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ സമ്മേളനത്തിന് വേണ്ടി സ്ഥലവും ഒഴിക്കുകയോ വിട്ടുതന്ന പൊളിക്കൽ തോമസ് PTM സോമാച്ചിനും എന്നോടും കൃതജ്ഞതയും നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളന കൈയിലെ വിധി എന്നെ പൊളിച്ചിട്ട് ഇതിന്റെ സൗകര്യം ഒരുക്കുന്നതിൽ യാതൊരു വിസമ്മതവും കൂടാതെ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന നമ്മളെ സഹായിച്ച അദ്ദേഹത്തിന് ഒരിക്കലും നമുക്ക് മറക്കുവാൻ സാധ്യമല്ല. ഫുഡുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സമ്മേളനത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് നീങ്ങിയപ്പോൾ പരിമിതികൾ എന്ന അവസ്ഥ വന്നപ്പോൾ തൊട്ടടുത്ത് മൊയ്തു സാഹിബ് കുട്ടിക്ക് വേണ്ടി ഫുഡ് വേണ്ടി തൊട്ടടുത്ത സ്ഥലം നമുക്ക് വിട്ടുതരിക്കുന്നതായി. ഇങ്ങനെ ഈ വിശുദ്ധ വ്യക്തിത്വങ്ങളെ ഈ സമയത്ത് നാം ഓർക്കുകയാണ്. അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نسعى لها طول عمرنا ذاك نهاية أمرنا نحن نرجو إقامة ديننا نحن نرجو حكومة ربنا نحن نسعى لها طول عمرنا ذاك نهاية أمرنا نصب الإمام فوق الأنام يقضي بدين الله به نغزو عدانا نحمي حمانا عن كل ما يأتون به نحن حقا براعي مجيلكم نحن أزهار روضة دين